പ്രിയപ്പെട്ടവരെ, ഒത്തിരി സ്നേഹത്തോടെ ഈ അനുഗ്രഹത്തിൻ്റെ രാത്രിയിൽ, ജാഗരണ പ്രാർത്ഥന രാത്രിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, ഇത് ദൈവം നമ്മെ അനുഗ്രഹിക്കാൻ വേണ്ടി ഒരുക്കി കാത്തിരിക്കുന്ന ഒരു രാത്രിയാണ്. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേൾക്കാൻ കാത്തിരിക്കുന്ന ഒരു രാത്രിയാണിത്. നമ്മെ സുഖപ്പെടുത്താൻ ഈശോ ഇറങ്ങി വരുന്ന ഒരു രാത്രിയാണിത്. നിന്റെ പ്രാർത്ഥനകൾക്ക് ഈ രാത്രിയിൽ നിന്റെ ദൈവമായ കർത്താവ് ഉത്തരമരുളും. വിളിക്കും മുമ്പേ ഞാനത് കേൾക്കും. പ്രാർത്ഥിച്ചു തീരും മുമ്പ് ഇറങ്ങി വരുന്ന ഒരു ദൈവം നമുക്കുണ്ട്. അതിനാൽ ഈ രാത്രിയിൽ നീ വിശ്വസിക്കണം. ഇന്ന് യേശു എൻ്റെ പ്രാർത്ഥന കേൾക്കും, എൻ്റെ കുടുംബത്തിലേക്ക് കടന്നു വരും, എൻ്റെ തലമുറയിലേക്ക് കടന്നു വരും, എന്നെ അനുഗ്രഹിച്ച് അവിടുന്ന് ഒരു അനുഗ്രഹമാക്കി മാറ്റും. വരുന്നേരം വരുത്തി പറയാം ഹല്ലേലൂയ. കരങ്ങൾ വീശി ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായത്തിൻ്റെ 29-ാം തിരുവചനം. തളർന്നവന് അവിടുന്ന് ബലം നൽകുന്നു, ദുർബലനെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു. യുവാക്കൾ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്യാം. ചെറുപ്പക്കാർ ശക്തിയേറ്റ് വീഴാം. എന്നാൽ കർത്താവിൽ ആശ്രയിക്കുന്നവൻ വീണ്ടും എഴുന്നേൽക്കും. അവൻ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. അവൻ ഓടിയാൽ തളരുകയോ നടന്നാൽ ക്ഷീണിക്കുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചെറുപ്പക്കാർ പോലെ ശക്തിയേറ്റ് വീഴും, യുവാക്കൾ തളരും. പക്ഷേ കർത്താവിൽ ആശ്രയിക്കുന്നവൻ വീണ്ടും ചിറകടിച്ചുയരും. കഴുകന്മാരെ പോലെ അവൻ ചിറകടിച്ചു വീഴും. നടന്നാൽ ക്ഷീണിക്കുകയോ ഓടിയാൽ തളരുകയോ ചെയ്യുകയില്ല. ആ ദൈവം ഇന്ന് നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ ഇന്ന് ആ കർത്താവിന് മുമ്പിലായിരിക്കുകയാണ് നമ്മളെ അനുഗ്രഹിക്കാൻ വേണ്ടി. ഈ രാത്രിയിൽ ലോകത്തിൻ്റെ അനേക രാജ്യങ്ങളിലായി ജനലക്ഷങ്ങൾ സുവിശേഷം കേൾക്കുകയാണ്. ജനലക്ഷങ്ങൾ ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുകയാണ്. സൃഷ്ടപ്രപഞ്ചം സൃഷ്ടാവിനെ ആരാധിക്കുകയാണ്. ദൈവം ഇന്ന് ലോകത്തിൽ അങ്ങോളം ഇങ്ങോളം അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗസൗഖ്യങ്ങളും നൽകും. പ്രിയമുള്ളവരെ, നമ്മുടെ ദൈവം വിളിക്കും മുമ്പേ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമാണ്. ഒരു സഹോദരി എഴുതിയ സാക്ഷ്യമാണ്. നൈറ്റ് വിജിൽ പങ്കെടുത്തപ്പോൾ ഞാൻ മേരിക്കുട്ടി ജൂബി, എൻ്റെ മകൾ ജൂലിമോൾ ജൂബിക്ക് കാനഡയിൽ ഫാർമസിസ്റ്റായി ജോലി ലഭിക്കുന്നതിനായി ആഗ്രഹിച്ചിരുന്നു. അവിടെ ജോലി ലഭിക്കുന്നതിന് പരീക്ഷ പാസ്സായാൽ മാത്രം പോരാ, പിന്നെ 3 ഫാർമസികളിലായി 3 ലെവലിൽ 3.5 മാസം ഇൻറ്റേൺഷിപ്പ് പൂർത്തിയാക്കണം. എന്നാൽ അവൾക്ക് 3ാമത്തെ ലെവൽ ചെയ്യാൻ ഒരു ഫാർമസിയിലും അഡ്മിഷൻ കിട്ടിയില്ല. പിന്നെ ആശ്രയം കർത്താവ് മാത്രമാണ്. എഴുതുകയാണ്, ജനുവരി മാസത്തെ ജാഗരണ പ്രാർത്ഥന കഴിഞ്ഞ മാസം പ്രാർത്ഥനയിൽ ആരാധനയുടെ സമയത്ത് ഞാൻ ഈ ആവശ്യം എഴുതി TV ഒട്ടിച്ചു വെച്ച് പ്രാർത്ഥിച്ചു. അതിൻ്റെ ആവശ്യമില്ല, ഒട്ടിച്ചൊക്കെണ്ട, വെച്ചാൽ മതി. പ്രാർത്ഥിച്ചു. അഡ്മിഷൻ കിട്ടിയാൽ സാക്ഷ്യപ്പെടുത്താമെന്ന് നേരുകയും ചെയ്തു. നൈറ്റ് വിജിൽ തീർന്ന് 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ, കാനഡ സമയം ഏകദേശം ഉച്ചയ്ക്ക് 2 മണിയോടെ സൗകര്യപ്രദമായ നല്ല ഫാർമസിയിൽ അഡ്മിഷൻ ലഭിച്ചു എന്ന് വിളിച്ച് എൻ്റെ മകൾ സാക്ഷ്യപ്പെടുത്തി. കരങ്ങളടിച്ച് 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 ഒരുമിച്ച് പരിശുദ്ധനെ കരുണാനിധിയെ സ്തുതികൾക്കെല്ലാം യോഗ്യനായവനെ, പരിശുദ്ധനെ കരുണാനിധിയെ സ്തുതികൾക്കെല്ലാം യോഗ്യനായവനെ.
ഹാലലൂയ, ഹാലലൂയ. ഞാൻ കത്ത് വായിച്ചത് ഇവിടെ രാത്രിയിൽ 10 മണിയോടെ 12 മണിയോടെ നൈറ്റ് വിജിൽ അവസാനിച്ചു. കാനഡയുടെ സമയം 2 മണിക്ക് ഇവിടുത്തെ പ്രാർത്ഥിച്ച ആ സമയങ്ങളിൽ തന്നെ കാനഡയിലുള്ള ആ മകളെ ദൈവം അനുഗ്രഹിച്ചു. നമ്മുടെ കർത്താവിൻ്റെ ശക്തി ദേശത്തിനും ദൂരത്തിനും കാലത്തിനും എല്ലാം അധീനമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നീ ഇന്ന് വിശ്വസിക്കണം. നമുക്ക് ആശ്രയിക്കാൻ ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. നമുക്ക് ആശ്രയിക്കാൻ ഒരു കർത്താവുണ്ട്. നമുക്ക് ആശ്രയിക്കാൻ ഒരു വാക്ക് മാറ്റാത്തവനുണ്ട്. ആ ദൈവം ഈ രാത്രിയിൽ നമ്മെ അനുഗ്രഹിക്കും. ഒരു പക്ഷേ അനേക ഹോസ്പിറ്റലുകളിൽ പോയി അനേക ഡോക്ടർമാരെ മാറി മാറി കണ്ട് എല്ലാവരും എഴുതി തള്ളിയ ഒരു ജീവിതമായിരിക്കും നിന്റെ ജീവിതം. ആർക്കും സുഖപ്പെടുത്താൻ പറ്റാത്ത ഒരു രോഗി. ചില രോഗങ്ങൾ അങ്ങനെയാ, ആർക്കും സുഖപ്പെടുത്താൻ പറ്റുകയില്ല. ചില പാരമ്പര്യ രോഗങ്ങൾ അങ്ങനെയാ. എന്നാൽ നിന്നെ സുഖപ്പെടുത്താൻ ഒരു ദൈവമുണ്ട്. ആ കർത്താവ് ഇന്ന് ഇവിടെ കടന്നു വന്ന് എത്ര വർഷം പഴക്കമുള്ള രോഗത്തെയും പാരമ്പര്യമായ വൈകല്യങ്ങളെയും എടുത്തു മാറ്റി നിന്നെ സുഖപ്പെടുത്താൻ നിന്റെ കർത്താവ് കടന്നു വരുമെന്ന് നീ ഇന്ന് വിശ്വസിക്കണം. ഹല്ലേലൂയ. ഒരുപക്ഷെ പ്രിയമുള്ളവരെ, അനേക ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് അനേക വാതിലുകൾ മുട്ടി ഒരു ജോലിക്ക് വേണ്ടി നീ കാത്തിരുന്ന് മടുത്ത വ്യക്തിയായിരിക്കാം. നിന്നെ അനുഗ്രഹിക്കാൻ ഒരു കർത്താവുണ്ട്. ഒരുപക്ഷെ നിന്റെ ജീവിതയാത്രയിൽ കടഭാരത്തിൽപ്പെട്ട് ഉഴലുന്ന വ്യക്തിയായിരിക്കാം. ലോണിന് വേണ്ടി അനേക വാതിലുകൾ മുട്ടി അനേക ബാങ്കുകളിൽ കയറി ഇറങ്ങി എവിടെ നിന്നും സഹായം കിട്ടാതെ വേദനിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിന്നെ സഹായിക്കാൻ ഈ രാത്രി നിന്റെ ദൈവം കടന്നു വരും എന്ന് നീ വിശ്വസിക്കണം. നിന്റെ ദൈവം കടന്നു വരും. ആർക്കും വേണ്ടാത്ത വ്യക്തിയായിരിക്കാം, നന്മകളുള്ള വ്യക്തി, ഒന്നുമില്ലാത്ത വ്യക്തിയായിരിക്കാം, കുറവുകൾ മാത്രമുള്ള വ്യക്തിയായിരിക്കാം. എന്നാൽ നിന്നെ അനുഗ്രഹിച്ചുയർത്താൻ ഈ രാത്രിയിൽ നിന്റെ കർത്താവ് കടന്നു വരും. വിശ്വസിക്കണം. ഈ രാത്രിയിൽ വിശ്വസിക്കണം. നീ എൻ്റെ ദൈവം എന്നെ സുഖപ്പെടുത്തുമെന്ന് വിശ്വസിക്കണം. എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുമെന്ന് നീ വിശ്വസിക്കണം. എൻ്റെ ദൈവം എന്നെ സ്വന്തമാക്കുമെന്ന് നീ വിശ്വസിക്കണം. എൻ്റെ കുറവുകളും വൈകല്യങ്ങളും എൻ്റെ ദൈവം ഈ രാത്രിയിൽ എടുത്തു മാറ്റുമെന്ന് വിശ്വസിക്കണം. നമ്മളെ പണിതുയർത്താൻ ദൈവത്തിന് സെക്കൻഡുകൾ മതി. നമ്മളെ മാറ്റിമറിക്കാൻ കർത്താവിന് സെക്കൻഡുകൾ മതി. വർഷങ്ങൾ പഴക്കമുള്ള രോഗങ്ങൾ എടുത്തു മാറ്റാൻ കർത്താവിന് സെക്കൻഡുകൾ മതി. ദൈവം ഇന്ന് ചെയ്യും. കർത്താവിന് നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. ഈ സമയത്ത് നമ്മളെല്ലാം മറന്ന് ദൈവത്തെ ഒന്ന് പാടി ആരാധിക്കുകയാണ്. നമ്മളെ അനുഗ്രഹിക്കുന്ന ദൈവത്തെ, ഇസ്രായേലിൻ്റെ രാജാവിനെ നമ്മളൊന്ന് ആരാധിക്കുകയാണ്. നമ്മുടെ ജീവിതങ്ങളെല്ലാം അവൻ്റെ കരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട്, അവൻ്റെ കരങ്ങളാണ് നമ്മളെ താങ്ങുന്നത്, അവനാണ് നമ്മളെ പരിപാലിക്കുന്നത്, അവിടുന്നാണ് നമ്മളെ വഴി നടത്തുന്നത്. ഞാൻ ഇന്ന് ഇവിടെ ആയിരിക്കുന്നുണ്ടെങ്കിൽ അത് ദൈവം വിളിച്ചത് കൊണ്ടാണ്. ഇവിടെ വെച്ച് നിന്നെ സുഖപ്പെടുത്താൻ നിന്റെ ദൈവമായ കർത്താവ് നിന്നെ വിളിച്ചു. ഇവിടെ വെച്ച് ദൈവമായ കർത്താവ് നിന്നെ സുഖപ്പെടുത്തും. നിന്റെ പേര് അവൻ്റെ ഉള്ളം കയ്യിലുണ്ട്. നിന്റെ രൂപം അവൻ്റെ മുമ്പിലുണ്ട്. നിന്നെ അവനറിയാം. നീ വന്ന വീടിനെ അറിയാം, വീടിലെ സാഹചര്യങ്ങളെ അറിയാം, വീടിലെ തകർച്ചയെ അറിയാം, നിന്റെ രോഗത്തെ അറിയാം, അതിന്റെ പഴക്കത്തെ അറിയാം, നിന്റെ പ്രശ്നങ്ങളെ, നിന്റെ വേദനകളെ, നിന്റെ ദുരിതങ്ങളെ, നിന്റെ കണ്ണുനീരിനെ നിന്റെ കർത്താവിനറിയാം. എല്ലാം കാണുന്ന ദൈവം, എല്ലാം അറിയുന്ന ദൈവം, സൂര്യനേക്കാൾ 10,000 മടങ്ങ് പ്രകാശമുള്ള കണ്ണുകളുള്ള ഒരു ദൈവം. കർത്താവേ, എനിക്ക് ആശ്രയിക്കാൻ അങ്ങല്ലാതെ മറ്റാരുമില്ല. കർത്താവേ, എന്റെ പ്രാർത്ഥന കേൾക്കാൻ അങ്ങല്ലാതെ മറ്റാരുമില്ല. ദൈവമേ, എന്നെ അനുഗ്രഹിക്കാൻ അങ്ങല്ലാതെ മറ്റാരുമില്ല. ആ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് 2 കരങ്ങളും നമുക്കൊന്ന് ഉയർത്തിപ്പിടിക്കാം. ഇസ്രായേലിന്റെ കർത്താവ്, നമ്മുടെ പരിപാലകൻ, ഉറങ്ങാത്തവൻ, മയങ്ങാത്തവൻ, ഉറക്കം തൂങ്ങാത്തവൻ, നിന്റെ പ്രാർത്ഥനയ്ക്കായി കാത്തിരിക്കുന്ന ഒരു ദൈവം, നിന്നെ അനുഗ്രഹിക്കാൻ കടന്നു വരുന്ന കർത്താവ്, ആ ദൈവത്തെ എല്ലാം മറന്ന് ആരാധിക്കുക. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരമുയർത്തി ആരാധിക്കാം. ഹല്ലേലൂയ. ഒരുമിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് ചേർന്ന് ആരാധിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വിശ്വാസം വളരട്ടെ. വലിയ വിശ്വാസത്തിൽ ആരാധിക്കാം. ഇന്ന് അവനെ വിശ്വാസത്തിൽ ആരാധിക്കാം. നാളെ സ്വർഗത്തിൽ ചെന്ന് മുഖം കണ്ട് ആരാധിക്കാം. ഇന്ന് വിശ്വാസത്തിൽ എന്നെ സുഖപ്പെടുത്താൻ പോകുന്ന കർത്താവിനെ, എന്റെ കണ്ണുനീർ തുടച്ചു മാറ്റുന്ന എന്റെ ദൈവത്തെ, എന്റെ പ്രാർത്ഥന കേൾക്കുന്ന എന്റെ കർത്താവിനെ,
എന്നെ അറിയുന്ന ദൈവത്തെ നമുക്ക് ആരാധിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവേ സ്തോത്രം. യേശുവേ ആരാധന 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 ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. കരങ്ങളടിച്ച് കർത്താവിനെ ഒന്ന് വിശ്വാസത്തിൽ കാണാം. എന്നെ സുഖപ്പെടുത്താൻ, എന്നെ അനുഗ്രഹിക്കാൻ, എൻ്റെ പ്രാർത്ഥന കേൾക്കാൻ ഈ രാത്രിയിൽ കടന്നു വരുന്ന എൻ്റെ ദൈവം, ഇവിടെ ഇരുന്ന് ആരാധിക്കുമ്പോൾ എൻ്റെ ഭവനത്തിലേക്ക് കടന്നു വന്ന് ഭവനത്തെ അനുഗ്രഹിക്കുന്ന എൻ്റെ ദൈവം, ഞാൻ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ വിദേശ രാജ്യങ്ങളിലുള്ള എൻ്റെ പ്രിയപ്പെട്ടവരുടെ അടുത്തേക്ക് കടന്നു ചെന്ന് അവളെ സുഖപ്പെടുത്തുന്ന ദൈവം, വർഷങ്ങളായുള്ള കണ്ണുനീർ ഉത്തരം നൽകുന്ന ദൈവം, ആ ദൈവത്തെ നമ്മൾ പാടി ആരാധിക്കുകയാണ്. ഇസ്രായേലിൻ രാജാവേ, എൻ ദൈവമേ യഹോവേ, ഞാനങ്ങേ വാഴ്ത്തിയിടുന്നു, നന്മകൾ ഓർത്തിയിടുന്നു. ആരാധിക്കാം. അവിടുത്തെ കരങ്ങളാണ് എന്നെ താങ്ങിയത്. അവിടുത്തെ കരമില്ലായിരുന്നെങ്കിൽ, രക്ഷിക്കാൻ കഴിയാത്ത വിധം അവിടുത്തെ കരങ്ങൾ കുറുകി പോയിട്ടില്ല, കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല. ആ കരമില്ലായിരുന്നെങ്കിൽ, എന്നെ താങ്ങുന്ന ദൈവത്തിന് തിരുകരമില്ലായിരുന്നെങ്കിൽ എൻ്റെ ജീവിതം എത്രമയോ മുമ്പേ തകർന്നു പോകുമായിരുന്നു. ആ കരമാണ് എന്നെ താങ്ങിയത്. ദൈവത്തിന്റെ തിരുക്കരം എന്നെ താങ്ങിയ എൻ്റെ കർത്താവിന്റെ തിരുക്കരം, വഴിമുട്ടിയ സാഹചര്യങ്ങളിൽ വഴിയൊരുക്കി എന്നെ നടത്തിയ എൻ്റെ ദൈവത്തെ നമുക്ക് ആരാധിക്കാം. തിരുക്കരമെന്നെ താങ്ങി വൻ പ്രതികൂലങ്ങളിൽ മുൻപോട്ടു യാത്ര ചെയ്യാ ബലമെന്തും നൽകിയതാ. ഒരുമിച്ച് വിളിക്കാം യേശുവിനെ. സ്വരമുയർത്തി സൗഖ്യം നൽകുന്ന നാമം യേശു. നന്ദി സ്നേഹത്തിനാ നന്ദി നന്ദി നാഥാ, അളവില്ല സ്നേഹത്തിനാ. കർത്താവ് പറഞ്ഞു, നീ എനിക്ക് ബഹുമാനനും പ്രിയങ്കരനും അമൂല്യനുമാണ്. നീ എനിക്ക് ബഹുമാനനാണ്. വെറുക്കുന്നവരുടെ മധ്യേ അവിടുന്ന് നമ്മളെ ഉയർത്തി, നമ്മുടെ മാന്യതയെ അവിടുന്ന് സംരക്ഷിച്ചു. ദൈവത്തിന് മുമ്പിൽ ബഹുമാനനായി, പ്രിയങ്കരനായി,
അമൂല്യനാക്കി ഉയർത്തി. അവൻ നിന്നെ കാണുന്നത് അങ്ങനെയാ, ബഹുമാന്യൻ, പ്രിയങ്കരൻ, അമൂല്യൻ. നീ ദൈവത്തിന് മുമ്പിൽ പ്രിയങ്കരനാണ്, ബഹുമാന്യനാണ്, അമൂല്യനാണ്. ആ കരം നിന്നെ ചേർത്ത് പിടിച്ച് നിന്നെ താങ്ങി നിർത്തി നിന്നെ അനുഗ്രഹിക്കുന്നു, അനുഗ്രഹമാക്കി ഉയർത്തുന്നു. നിന്നെ അനുഗ്രഹത്തിന്റെ വഴിയിലൂടെ അവൻ നടത്തുന്നു. ആരാധിക്കാൻ കർത്താവിനെ. പഴിക്കുന്നവർ മുൻപിലും തള്ളിയവർ മധ്യയും മാനിച്ചുയർത്തി എന്നെ സ്നേഹിച്ച ദൈവമേ. പഴിക്കുന്നവർ മുൻപിലും തള്ളിയവർ മധ്യയും മാനിച്ചുയർത്തി എന്നെ സ്നേഹിച്ച ദൈവമേ. വിളിക്കാം അവസരം ഉയർത്തി യേശുവിനെ. കരങ്ങൾ ഉയർത്തി വീണ്ടും വിളിക്കുക യേശുവേ. ആ നാമത്തെ വിളിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ, നന്ദി കർത്താവേ. അളവില്ല സ്നേഹത്തിന നന്ദി, നന്ദി നന്ദി നാഥാ. അളവില്ല സ്നേഹത്തിന വിളിക്കാം. സ്വരമുയർത്തി വിളിക്കാം യേശുവേ. വീണ്ടും വിളിക്കാം യേശുവേ. നന്ദി നന്ദി നാഥാ. അളവില്ല സ്നേഹത്തിന നന്ദി നാഥാ. അളവില്ല സ്നേഹത്തിന നന്ദി നന്ദി നാഥാ. അളവില്ല സ്നേഹത്തിന. ശിഷ്യന്മാർ യേശുവിനോട് പറഞ്ഞു, കർത്താവേ, അവിടുന്ന് ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ. അത്ഭുതങ്ങൾ കാണണമെങ്കിൽ വിശ്വസിക്കണം. വിശ്വാസമില്ലാത്തവരെ യേശു കുറ്റപ്പെടുത്തി. പക്ഷേ വിശ്വാസം എന്നത് ദൈവം നൽകുന്ന സമ്മാനമാണ്, നമ്മുടെ സമ്പത്തല്ല. അതിനാൽ പ്രാർത്ഥിക്കണം, കർത്താവേ, നിന്റെ ദാനമായ വിശ്വാസം നൽകി നീ എന്നെ അനുഗ്രഹിക്കണമേ. വിശ്വാസം യേശു തരണം, വിശ്വാസം കർത്താവ് തരണം. അത്ഭുതങ്ങൾ കാണാനുള്ള വിശ്വാസം കർത്താവ് നൽകണം. അത്ഭുതങ്ങൾ സ്വന്തമാക്കാനുള്ള വിശ്വാസം യേശു നൽകണം. വിശ്വാസം കൂടാതെ ആർക്കും യേശുവിനെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. കർത്താവേ, നിന്നെ പ്രസാദിപ്പിക്കാൻ, നിന്നെ സന്തോഷിപ്പിക്കാൻ വിശ്വാസം എന്ന നിന്റെ ദാനം നൽകി എന്നെ അനുഗ്രഹിക്കണമേ. രണ്ട് കരങ്ങളും സ്വർഗത്തിലേക്ക് നമുക്ക് ഉയർത്താം. ഈ രാത്രിയിൽ അത്ഭുതങ്ങൾ കാണാനുള്ള വിശ്വാസം ഉണ്ടാകണം, അടയാളങ്ങൾ കാണാനുള്ള വിശ്വാസം ഉണ്ടാകണം, പ്രത്യക്ഷമായ രോഗസൗഖ്യങ്ങൾ കാണാനുള്ള വിശ്വാസം ഉണ്ടാകണം. എല്ലാം ഈശോ തരണം. കർത്താവേ, നീ തരാതെ എനിക്കൊന്നുമില്ല. കർത്താവേ, നീ തരാതെ എനിക്കൊന്നുമില്ല. നീ തരാതെ എനിക്കൊന്നുമില്ല കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശു നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, യേശു നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, മക്കളിലേക്ക് അവിടുത്തെ വിശ്വാസം പകരണമേ. കർത്താവേ, മക്കളിലേക്ക് നിന്റെ വിശ്വാസം പകരണമേ. കർത്താവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
യേശുവേ ആരാധന 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 ആരാധന. നൽകണമേ യേശുവിനോട് നാഥ, വിശ്വാസം നൽകണമേ. വീണ്ടും പറയാം, വിശ്വാസം നൽകണമേ നാഥ, വിശ്വാസം നൽകണമേ. ഇരിക്കാം. വിശ്വാസം നൽകണമേ നാഥ, വിശ്വാസം നൽകണമേ. Praise the Lord. സന്തോഷത്തോടെ ഹല്ലേലൂയ. ഇത് അനുഗ്രഹത്തിൻ്റെ രാത്രിയാണെന്ന് വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു. നമ്മുടെ പ്രാർത്ഥന കേൾക്കാൻ കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേൾക്കും. നമ്മുടെ പ്രാർത്ഥനയുടെ ടോൺ പോലും കർത്താവിന് മനസ്സിലാകും. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും മാതാപിതാക്കളാണ്, അല്ലേ? മാതാപിതാക്കൾ, കുഞ്ഞുങ്ങളെ വളർത്തി പരിചയമുള്ള മാതാപിതാക്കൾ. കുഞ്ഞുങ്ങൾ കരയുന്നത് കേൾക്കുമ്പോൾ മാതാപിതാക്കൾ അവരെ സഹായിക്കാൻ വേണ്ടി ചെല്ലുമോ? ചെല്ലും. ചില കരച്ചിൽ കേൾക്കുമ്പം മാതാപിതാക്കൾ പറയും ആ കരച്ചിലിന് അത്രയൊരു തീവ്രതയില്ല. അത് കാരണം എന്താ? ചിത്താന്തം എൻ്റെ വാശിയാണ്, അത് കുറച്ച് കരയട്ടെ, ചെല്ലുകയില്ല, അല്ലേ? എന്നാൽ ചില കരച്ചിൽ കേൾക്കുമ്പോൾ അമ്മമാര് കയ്യിലുള്ള പാത്രം പോലും താഴെ എറിഞ്ഞ് ഓടിച്ചെല്ലും. കാരണം എന്താ? ആ കാർച്ച് കേൾക്കുമ്പോൾ അറിയാം എന്തോ കൊച്ചിന് ഇപ്പോൾ ഇമ്മീഡിയറ്റ് ഇവിടെ എൻ്റെ സഹായം ആവശ്യമുണ്ട്. ആ കരച്ചിൽ കേൾക്കുമ്പോൾ എല്ലാം മറന്ന് അമ്മമാർ ഓടിച്ചെല്ലും കുഞ്ഞിനെ സഹായിക്കാൻ വേണ്ടി. എല്ലാ കരച്ചിലും അങ്ങനെ ഓടിച്ചെല്ലുവോ? ചെല്ലുകയല്ല. ചില കരച്ചിൽ ചിത്താന്തയുടെ വാശിയാണ്. ഇതേപോലെ നമ്മുടെ പ്രാർത്ഥന കേൾക്കുമ്പോഴേ കർത്താവിനറിയാം. ചില പ്രാർത്ഥന കേൾക്കുമ്പോൾ കർത്താവ് തന്നെ പറയും ഇതൊരു അധരവ്യായാമോ, അല്ലേ? വലിയ കാര്യമൊന്നുമില്ല, കിട്ടിയാൽ കിട്ടട്ടെ, ഇവിടെ കിട്ടിയില്ല വേറെ എങ്ങോട്ടെങ്കിലും പോകും. ചില പ്രാർത്ഥന കേൾക്കുമ്പോൾ കർത്താവിനറിയാം എൻ്റെ മകന് ഇപ്പോൾ ഇവിടെ വെച്ച് സഹായം ആവശ്യമോ, അവനെ സഹായിക്കാൻ ഞാനല്ലാതെ മറ്റാരുമില്ല. ആ സ്പോട്ടിൽ സൗഖ്യമാണ്, ആ സ്പോട്ടിൽ അടയാളങ്ങളാണ്, അത്ഭുതങ്ങളാണ്. പ്രിയമുള്ളവരെ, ഞാൻ പറയുന്നു, ഇന്ന് രാത്രി നീ നിലവിളിച്ച് പ്രാർത്ഥിക്കണം. കണ്ണുനീർ കാണുന്ന ഒരു ദൈവമാണ്, കണ്ണുനീർ കാണുന്ന ഒരു കർത്താവാണ്, മനസ്സലിവുള്ള ഒരു ദൈവം. അവന് ജനക്കൂട്ടത്തോട് അനുകമ്പ തോന്നി. ഈശോ പറയുകയാണ്, അവർ ഇടയിലില്ലാത്ത ആടുകളെ പോലെ പരിഭ്രാന്തരും നിസ്സഹായരുമായിരുന്നു. ഈശോ പറയുക, മനസ്സലിവുള്ള ദൈവം. ഇന്ന് കർത്താവിന് നമ്മെ പ്രതി മനസ്സലിവുണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, വലിയ ദൈവാനുഗ്രഹം ഞാൻ ആശംസിക്കുന്നു. സ്വർഗം തുറക്കപ്പെടും. നമ്മുടെ പ്രാർത്ഥന കേട്ട് ഈശോ നമ്മളെ അനുഗ്രഹിക്കും. തുടർന്ന് നമ്മുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുകയാണ്. നമുക്കറിയാം, സ്വർഗം എല്ലാം നമുക്ക് നൽകുന്നത് മറിയത്തിലൂടെയാണ്. അമ്മയുടെ ഒരു ആഗ്രഹം ഈശോയ്ക്ക് ഒരു കൽപ്പന പോലെയാണ്. അമ്മയുടെ ഒരു ആഗ്രഹം പോലും ഈശോയ്ക്ക് ഒരു ആജ്ഞ പോലെയാണ്. അത്രമാത്രം അമ്മയുടെ പ്രാർത്ഥനയെ, അമ്മയുടെ ആവശ്യത്തെ ഈശോ മാനിക്കുന്നു. മാതാവിനോടുള്ള ഒരു ഗാനം ആലപിച്ച് നമുക്ക് ജപമാലയിലേക്ക് പ്രവേശിക്കാം. നമ്മെ സഹായിക്കുന്നത് അന്നു, ജോസ് എന്നിവരാണ്. ഇവരോട് ചേർന്ന് നമുക്ക് ജപമാല അർപ്പിച്ച് പ്രാർത്ഥിക്കാം. മാതാവേ, സൗവർണ്ണ സ്വർഗീയ സൂനമേ, പാവന സ്നേഹത്തിൻ പൂന്തന്നലേ, പരിശുദ്ധ ദൈവത്തിൻ മാതാവേ, ആവേ
കഥനത്തിലണയുന്ന കാരുണ്യമേ, കണ്ണീർ തുടയ്ക്കുന്ന ആശ്വാസമേ, കദനത്തിലണയുന്ന കാരുണ്യമേ, കണ്ണീർ തുടയ്ക്കുന്ന ആശ്വാസമേ, വാത്സല്യത്തിൻ നറുതേൻ പകരും വ്യാകുലനാദേ വരദായികേ. വാത്സല്യത്തിൻ നറുതേൻ പകരും വ്യാകുലനാഥേ വരദായികേ. ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ. ഇത് അത്ഭുതങ്ങളുടെ രാത്രിയാണ്. ഈ അത്ഭുതങ്ങളുടെ രാത്രിയുടെ ആരംഭ നിമിഷത്തിൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നാം ജപമാല അർപ്പിക്കുകയാണ്. എന്തുകൊണ്ടെന്നാൽ കാലിത്തൊഴുത്ത് മുതൽ കാൽവരി വരെ രക്ഷകൻ്റെ സ്നേഹമുള്ള മാതൃത്വമായിരുന്നു പരിശുദ്ധ അമ്മ. ഇന്നും നിന്റെ സഹായത്തിന് കനായിൽ എന്ന പോലെ പരിശുദ്ധ അമ്മ ഓടിയെത്താൻ സന്നദ്ധയാണ്. നിന്റെ ആത്മാവ് ദുഃഖിച്ച് തളരുമ്പോൾ സിഹിയോൻ ശാലയിൽ എന്ന പോലെ പരിശുദ്ധ അമ്മ നിന്നെ ശക്തിപ്പെടുത്താൻ ഇന്നും കടന്നു വരാൻ സന്നദ്ധയാണ്. നീ ഒന്ന് പ്രാർത്ഥിച്ചാൽ മാത്രം മതി. അമ്മയ്ക്കായി ഹൃദയം തുറന്നു കൊടുത്താൽ മാത്രം മതി. നമുക്കെല്ലാവർക്കും ജപമാലകൾ കരങ്ങളിലെടുത്ത് ഈ ജപമാലയിലേക്ക് പ്രവേശിക്കാം. അളവില്ലാത്ത സകല നന്മ സ്വരൂപനായിരിക്കുന്ന സർവേശ്വര കർത്താവെ, നിസ്സാരരും നന്ദിയേറ്റ പാപികളുമായ ഞങ്ങൾ നിസ്സിമപ്രതാപവാനായ അങ്ങേ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കാൻ അയോഗ്യരാകുന്നു. എങ്കിലും അങ്ങേ അനന്തമായ ദയയിൽ ശരണപ്പെട്ടുകൊണ്ട് പരിശുദ്ധ ദൈവമാതാവിൻ്റെ സ്തുതിക്കായി ജപമാല അർപ്പിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ അർപ്പണം ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ ചെയ്യുന്നതിന് കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് സഭയിലുള്ള വിശ്വാസം ഏറ്റുപറയാം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയാമിൽ പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ടു, മരിച്ചടക്കപ്പെട്ടു, പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരയണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലേതുപോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. പിതാവായ ദൈവത്തിൻ്റെ മകളായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവവിശ്വാസം എന്ന പുണ്യമുണ്ടായി ഫലം ചെയ്യുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പുത്രനായ ദൈവത്തിൻ്റെ മാതാവായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവശരണം എന്ന പുണ്യമുണ്ടായി വളരുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പരിശുദ്ധാത്മാവായ ദൈവത്തിന് ഏറ്റവും പ്രിയമുള്ള പരിശുദ്ധ മറിയമേ,
ഞങ്ങളിൽ ദൈവസ്നേഹം എന്ന പുണ്യമുണ്ടായി വർദ്ധിക്കുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദുഃഖകരമായ ദൈവരഹസ്യങ്ങൾ നമുക്ക് ധ്യാനിക്കാം. ഒന്നാം ദൈവരഹസ്യം, നമ്മുടെ കർത്താവ് ഈശോ മിശിഹ പൂങ്കാവനത്തിൽ പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ ചോര വിയർത്തു എന്ന് ധ്യാനിക്കുക. ഗത്സമനിൽ അതികഠിനമായ സഹനങ്ങളിലൂടെ കടന്നുപോകുന്ന ഈശോയെ നമുക്കോർക്കാം. നമ്മുടെ ആകുലത, ദുഃഖം, നിരാശ, കുറ്റബോധം, മാനസിക രോഗങ്ങൾ, മനസ്സംഘർഷങ്ങളെല്ലാം ഈശോയുടെ സഹനങ്ങളോട് ചേർത്ത് വയ്ക്കാം. പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഉചിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലേതുപോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നി ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും, പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് അനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദുഃഖത്തിൻ്റെ രണ്ടാം ദിവരഹസ്യം, നമ്മുടെ കർത്താവ് ഈശോ മിശിഹ പിലാത്തോസിൻ്റെ വീട്ടിൽ വെച്ച് ചെമ്മട്ടികളാൽ അടിക്കപ്പെട്ടു എന്ന് ധ്യാനിക്കാം. ഈ രഹസ്യം ധ്യാനിക്കുമ്പോൾ ഒരു നിമിഷം നമുക്ക് കണ്ണുകൾ അടയ്ക്കാം. ഒരു കുറ്റവും ചെയ്യാഞ്ഞിട്ടും പീഡകൾ ഏൽക്കേണ്ടി വന്നിട്ടും അവിടുന്ന് ഒന്നും തന്നെ തിരിച്ചു പറയുന്നില്ല.
മൗനമായി നിന്നുകൊണ്ട് അവിടുന്ന് എല്ലാം സഹിക്കുകയാണ്. എൻ്റെ രക്ഷയ്ക്ക് വേണ്ടി എല്ലാം സഹിച്ച കർത്താവിനെ നമുക്കൊന്ന് കാണാം. ഈ രഹസ്യത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് നാം ചെയ്യാത്ത കുറ്റങ്ങൾക്ക് നമ്മെ മറ്റുള്ളവർ വിധിക്കുമ്പോഴും നമ്മുടെ ബലഹീനതകൾ മൂലം മറ്റുള്ളവർ നമ്മെ പരിഹസിക്കുമ്പോഴും അതെല്ലാം ക്രിസ്തുവിനെ പ്രതി യേശുവിൻ്റെ മാതൃക പിഞ്ചെന്നുകൊണ്ട് സഹിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് ഈ രഹസ്യം ധ്യാനിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് അനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മൂന്നാം ദൈവരഹസ്യം, നമ്മുടെ കർത്താവ് ഈശോ മിശിഹായെ യൂതന്മാർ മുൾമുടി ധരിപ്പിച്ചു എന്ന് ധ്യാനിക്കുക. മുൾക്കിരീടമണിഞ്ഞ് പരിഹാസ രാജാവായി നിൽക്കുന്ന ഈശോയെ നമുക്കൊന്ന് ഓർക്കാം. അവിടുത്തെ മൗതിക ശരീരമായ തിരുസഭയ്ക്ക് വേണ്ടി അമ്മയോടൊപ്പം നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലേതുപോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു.
അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ, എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് അനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞിയും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദുഃഖത്തിൻ്റെ 4-ാം ദിവ്യരഹസ്യം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ മരണത്തിന് വിധിക്കപ്പെട്ട ശേഷം തനിക്ക് അധികം അപമാനവും വ്യാകുലവും ഉണ്ടാകാൻ വേണ്ടി അവിടുത്തെ തിരുത്തോൾമേൽ ഭാരമുള്ള കുരിശുമരം ചുമത്തപ്പെട്ടു എന്നതിനെക്കുറിച്ച് നമുക്ക് ധ്യാനിക്കാം. കുരിശും ചുമന്നുകൊണ്ട് നിൽക്കുന്ന ഈശോ എങ്ങനെ കണക്ക് നോക്കിയാലും അവിടുന്ന് ഒട്ടും യോഗ്യനല്ല കുരിശിന്. എന്നാലും അവിടുന്ന് ഒന്നും മിണ്ടാതെ ആ കുരിശ് തോളിൽ ഏറ്റുവാങ്ങി. എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി, എൻ്റെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുന്നതിന് വേണ്ടി അവിടുന്ന് ആ ക്രൂശ് ഏറ്റുവാങ്ങി. ഈ രഹസ്യത്തോട് ഒപ്പം കടബാധിത മൂലവും രോഗം മൂലവും വലയുന്ന എല്ലാ വ്യക്തികളെയും കുടുംബങ്ങളെയും പരിശുദ്ധ ദേവമാതാവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ഈ രഹസ്യം നമുക്ക് ധ്യാനിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു.
അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അഞ്ചാം ദേവരഹസ്യം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ ഗാഗുൽത്താമലയിൽ ചെന്നപ്പോൾ വ്യാകുല സമുദ്രത്തിൽ മുഴുകിയ പരിശുദ്ധ മാതാവിന്റെ മുൻപാകെ തിരുവസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കപ്പെട്ട് കുരിശിന്മേൽ തറയ്ക്കപ്പെട്ടു എന്ന് ധ്യാനിക്കുക. രക്ഷകനെയും അവിടുന്ന് കുരിശുമരണത്താൽ നേടിത്തന്ന രക്ഷയും തിരിച്ചറിയാതെ തങ്ങളുടെ വേദനയിലും ദുഃഖത്തിലും ആരുടെ അടുക്കലേക്ക് ഓടിയണയുമെന്നറിയാതെ വേദനിക്കുന്ന നിസ്സഹായരായ മനുഷ്യരെ ഒന്നോർക്കാം. എനിക്ക് വേണ്ടി മരിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന എൻ്റെ രക്ഷകനായ ഈശോയെ അവർക്കും പകർന്നു നൽകാൻ തക്കവിധം പ്രേഷിത ചൈതന്യത്താൽ നിറയപ്പെടാൻ നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലേതുപോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ,
പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ജപമാല സമർപ്പണം. മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലെ, ദൈവദൂതന്മാരായ വിശുദ്ധ ഗബ്രിയേലെ, വിശുദ്ധ റപ്പായേലെ, മഹാത്മാവായ വിശുദ്ധ യൗസേപ്പെ, ശ്ലീഹന്മാരായ വിശുദ്ധ പത്രോസെ, മാർ പൗലോസെ, മാർ യോഹന്നാനെ, ഞങ്ങളുടെ പിതാവായ മാർത്തോമ്മ, ഞങ്ങൾ വലിയ പാപികളായിരിക്കുന്നുവെങ്കിലും ഞങ്ങൾ ജപിച്ച ഈ പ്രാർത്ഥന നിങ്ങളുടെ കീർത്തനങ്ങളോടുകൂടെ ഒന്നായി ചേർത്ത് പരിശുദ്ധ ദൈവമാതാവിൻ്റെ തൃപ്പാദത്തിങ്കൽ കാഴ്ചവെക്കുവാൻ നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധയായി വിളങ്ങും കന്യക മേരിയമ്മേ, ഞങ്ങൾക്കായി ദൈവമാതാവേ എന്നെന്നും പ്രാർത്ഥിക്കണേ. ദൈവകർത്താവിൻ്റെ ഏറ്റം ദിവ്യയാകും ജനനേ, ഞങ്ങൾക്കായി ദൈവമാതാവേ എന്നെന്നും പ്രാർത്ഥിക്കണേ. കന്യകാകുലത്തിനേറ്റം വന്ദനീയ മൗലിയേ, ഞങ്ങൾക്കായി ദൈവമാതാവേ എന്നെന്നും പ്രാർത്ഥിക്കണേ. ദേഹശുദ്ധിയാൽ വിളങ്ങും പുണ്യഗേഹ മാതാവേ, ഞങ്ങൾക്കായി ദൈവമാതാവേ എന്നെന്നും പ്രാർത്ഥിക്കണേ. അത്ഭുതത്തിനെപ്പോഴും പാദാർത്ഥമായ മാതാവേ, ഞങ്ങൾക്കായി ദൈവമാതാവേ എന്നെന്നും പ്രാർത്ഥിക്കണേ. സൃഷ്ടിതാവിൻ അമ്മ നീ, ലോകത്തിനും മാതാവേ, ഞങ്ങൾക്കായി ദൈവമാതാവേ എന്നെന്നും പ്രാർത്ഥിക്കണേ. ലോകമൊക്കെ ലോകരാണേ കീർത്തനീയ കന്യകേ, ഞങ്ങൾക്കായി ദൈവമാതാവേ എന്നെന്നും പ്രാർത്ഥിക്കണേ. വല്ലഭൻ തൻ പുത്രനാലെ വല്ലഭയാം കന്യകേ, ഞങ്ങൾക്കായി ദൈവമാതാവേ എന്നെന്നും പ്രാർത്ഥിക്കണേ. അമ്മയെ പോൽ സൗമ്യത കാരുണ്യമേറും കന്യകേ, ഞങ്ങൾക്കായി ദൈവമാതാവേ എന്നെന്നും പ്രാർത്ഥിക്കണേ.
സംഗീതമേ ഞങ്ങൾക്കായി ദൈവമാതാവേ എന്നെന്നും പ്രാർത്ഥിക്കണേ. ക്രിസ്തുവിൽ വിശ്വാസികൾക്ക് വാസ്തവ സംഗീതമേ ഞങ്ങൾക്കായി ദൈവമാതാവേ എന്നെന്നും പ്രാർത്ഥിക്കണേ. ദൈവദൂതന്മാർ വണങ്ങും ദൈവലോകരാജ്ഞിയേ ഞങ്ങൾക്കായി ദൈവമാതാവേ എന്നെന്നും പ്രാർത്ഥിക്കണേ. ജന്മപാപമേശിടാത്ത നിർമ്മലയാം രാജ്ഞിയേ ഞങ്ങൾക്കായി ദൈവമാതാവേ എന്നെന്നും പ്രാർത്ഥിക്കണേ. ഭൂലോക പാപം ഹരിക്കും ദൈവത്തിൻ്റെ കുഞ്ഞാടേ ഞങ്ങൾ തൻ പാപങ്ങളെല്ലാം നീതയാൽ ക്ഷമിച്ചിടണേ. ഭൂലോക പാപം ഹരിക്കും ദൈവത്തിൻ്റെ